അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്, ആധാർ കാർഡുകൾ പുതുക്കുന്നവർക്ക് വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ സമയപരിധി ദീർഘിപ്പിച്ചുകൊണ്ട് അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. 2026 ജൂൺ മാസം വരെ നമുക്കിനി ഇത് പുതുക്കുന്നതിന് വേണ്ടി വീടുകളിൽ ഇരുന്നു കൊണ്ട് അത് ഓൺലൈൻ വഴിയുള്ള പുതുക്കലാണ് സൗജന്യമായിട്ട് നടത്തുന്നതിന് വേണ്ടി സാധിക്കും. അങ്ങനെ ചെയ്യുവാൻ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ സന്ദർശിച്ചും അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയൊക്കെ നമുക്ക് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു അവസരം ലഭ്യമാണ്. ആധാർ കാർഡുകൾ എടുത്തിട്ട് 10 വർഷമായിട്ട് മറ്റു പുതുക്കൽ ഒന്നും വരുത്തിയിട്ടില്ല എങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫും അഡ്രസ് പ്രൂഫും സമർപ്പിച്ച് ഈ കാർഡ് പുതുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 6000 രൂപ വർഷം ലഭിക്കുന്ന 25 ലക്ഷത്തോളം വരുന്ന കർഷകർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഈ കർഷകർക്ക് വേണ്ടി പുതുക്കൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ മാസം 31-ാം തീയതി ഇതുവരെ പുതുക്കുവാനുള്ള അവസരമുണ്ട്. അതായത് അഗ്രി സ്റ്റാറ്റ് ഫാർമേഴ്സ് രജിസ്ട്രി എന്ന് പറയുന്ന ഒരു പോർട്ടൽ വഴിയാണ് ഇത് പുതുക്കേണ്ടത്. കരമടച്ച രസീത് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇതുമായിട്ട് എത്തിച്ചേരണം. ഇത് പുതുക്കുന്നതിന് വേണ്ടി കൃഷിഭവൻ വഴി മാത്രമായിരുന്ന ഒരു ആദ്യഘട്ടത്തിൽ പുതുക്കൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിപ്പോൾ കോമൺ സർവീസ് സെന്ററുകളിലും അക്ഷയ കേന്ദ്രങ്ങളിലും എല്ലാം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനുവേണ്ടി കൃഷിഭവനിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. സമയമുള്ള ഓൺലൈൻ സർവീസ് സെന്റർ സമയം ഉള്ളപ്പോൾ തന്നെ ഓൺലൈൻ സർവീസ് സെന്ററുകൾ സന്ദർശിച്ചാൽ മതിയാകും. ഇനി അതല്ല എങ്കിൽ സ്മാർട്ട് ഫോൺ വഴി നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതേയുള്ളൂ. അതിന്റെ വെബ്സൈറ്റ് ലിങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഇനി അഗ്രി സ്റ്റാർട്ട് കർഷക രജിസ്ട്രിയിൽ ID ജനറേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കർഷകർ അവരുടെ ഇലക്ട്രോണിക് KYC അതോടൊപ്പം തന്നെ ലാൻഡ് സീഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആക്ടിവേറ്റ് ആണോ എന്ന് കൂടി ഒന്ന് പരിശോധിക്കുക. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ കർഷകരുടെ കൃത്യമായിട്ടുള്ള സ്റ്റാറ്റസ് വിശദാംശങ്ങളെല്ലാം ലഭ്യമാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ വിവിധ രോഗങ്ങൾ മൂലം ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ തുടർന്ന് ചികിത്സ ആവശ്യമാകുന്ന ആളുകൾക്കൊക്കെ ഡോക്ടറുടെ സാക്ഷ്യപത്രം ഉൾപ്പെടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതും ആയിരിക്കും. വിവിധ ശസ്ത്രക്രിയകൾ, ഗുരുതര രോഗങ്ങൾക്കെല്ലാം സംസ്ഥാന സർക്കാരിന്റെ ചെറിയൊരു കൈത്താങ് എന്ന രീതിയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ ചികിത്സ സഹായമായിട്ട് ആനുകൂല്യം വിതരണം ചെയ്യുന്നത്. എല്ലാ മാസങ്ങളിലും അർഹരായവർക്കെല്ലാം തന്നെ ആനുകൂല്യങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററിലോ ഒക്കെ സന്ദർശിച്ചാൽ മതി. അപേക്ഷ വെക്കുമ്പോൾ സമർപ്പിക്കേണ്ട രേഖകൾ, ഇതിന്റെ വിശദ വിവരങ്ങൾ എല്ലാം കൃത്യമായിട്ട് ഇവർ നമ്മളോട് പറയുന്നതായിരിക്കും. അതിനുശേഷം ബന്ധപ്പെട്ട രേഖകൾ സംഘടിപ്പിക്കുകയാണ് ഗുണഭോക്താക്കൾ ചെയ്യേണ്ടത്. ബന്ധപ്പെട്ട രേഖകൾ എല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിച്ച് വേണം അപേക്ഷകൾ സമർപ്പിക്കുവാൻ. അതുമാത്രമല്ല, കൃത്യമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ട്രാക്ക് ID ഉൾപ്പെടെ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ ഈ നമ്പർ ഒക്കെ വെച്ച് പിന്നീട് നമുക്ക് അപേക്ഷയുടെ തലസ്ഥിതി അറിയുവാൻ സാധിക്കുന്നതും ആയിരിക്കും. ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെയൊക്കെ സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രൊവിഷ്യൻസി അവാർഡ്, അതായത് +2 അതോടൊപ്പം തന്നെ SSLC കോഴ്സുകളെല്ലാം ഉയർന്ന മാർക്ക് നേടി വിജയിച്ചവരാണ് ഈ ക്യാഷ് അവാർഡിന് അർഹതയുള്ളത്. ജൂലൈ മാസം വരെ നമുക്ക് അപേക്ഷ വെക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കും. അപേക്ഷ വെക്കുന്നതിന് വേണ്ടി നമ്മുടെ ശിശുക്ഷേമ കോർപ്പറേഷന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാകും. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കും.